ബി ജെ പിക്കും കോൺഗ്രസിനൊന്നും ഒരു സൂചനയില്ലത്. ആഗോള സംഗമെന്ന് പറഞ്ഞാൽ അവിടെ ഇത്രയും പരാജയപ്പെട്ട ഒരു സമ്മേളനം അയ്യപ്പൻ്റെ പേരിൽ ഇന്ന് വരെ ലോകത്ത് നടന്നിട്ടില്ല. 4000 പേർക്ക് ചോറുണ്ടാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി, അത് ഉണ്ണാൻ ആളെ കിട്ടിയില്ല. ആകെ 600 പേര് ചോറുണ്ടു. ആ 600 പേർ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പം നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ്. സുഖമായിട്ട് കുശാലായിട്ട് അമ്മമാരെ അടിച്ചു കൊടുക്കുന്നത്. നല്ല ഭക്ഷണമല്ലേ, നമ്മുടെ ഇങ്ങേരടാണല്ലോ, നമ്മുടെ തന്നെ പഴയടം തിരുമേനിടാ, നല്ല ഭക്ഷണമാണ്. കണ്ടാൽ നമ്മൾ നിന്ന് പോകുന്നത്. അതടിച്ച് 600 പേരുണ്ടു പോയി. ബാക്കി ഭക്ഷണം മുഴുവൻ വേസ്റ്റായിട്ട് നശിപ്പിച്ച് കളയാൻ ഗതികേടുണ്ടായി. ഇത്രയും പറ്റ ഒരു ഗതികെട്ട ഒരു സമ്മേളനം അയ്യപ്പൻ്റെ പേരിൽ നടത്താൻ എങ്ങനെ ഈ ക്രൂരനായ മുഖ്യമന്ത്രിക്ക് കഴിയും? പിണറായി വിജയനെ പോലെ ഒരു ക്രൂരനല്ലാതെ അയ്യപ്പൻ്റെ പേരിൽ ഇങ്ങനെ നടത്താൻ കഴിയില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 7 വർഷമല്ലേ ആയുള്ളൂ അയ്യപ്പൻ 10 വയസ്സിനും 52 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ അയ്യപ്പനെ കാണാൻ പാടില്ല എന്നാണ് നിയമം. അത് നിയമം എന്ന് പറഞ്ഞാൽ അത് അലംഘനീയമായ നിയമമാണ്. ആ നിയമം ആരും അടിച്ചേൽപ്പിക്കുന്നതല്ല. കാലങ്ങളായി അയ്യപ്പൻ്റെ കാലഘട്ടങ്ങളിൽ മുതലുള്ള ഒരു നടപടിക്രമമാണ്. ആ നടപടിക്രമം തെറ്റിച്ച് അയ്യപ്പനിൽ വിശ്വാസമില്ലാതെ അയ്യപ്പനെ ഒരു വിൽപ്പനച്ചരക്കാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സാധാരണ ഇപ്പോൾ 2 കേസുകളുണ്ട്. മറ്റ് പെണ്ണുങ്ങളെപ്പറ്റി പറ്റൊന്നും പറയുന്നില്ല, നിങ്ങൾക്കറിയാവില്ല. ആ സ്ത്രീകളെ, അതുപോലുള്ള സ്ത്രീകളെ, എന്തിനും പോകുന്ന 2 സ്ത്രീകളെ അയ്യപ്പനെ കാണാനായിട്ട് ശബരിമലയിലേക്ക് 10-400 പോലീസുകാരായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇത്ര വൃത്തികേടുണ്ടോ? അത് തടഞ്ഞാൾ ഞാൻ ആദ്യം, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. മണിക്കൂറുകൾ തടഞ്ഞിരിക്കണമെന്ന് ലക്ഷക്കണക്കിന് അയ്യപ്പന്മാരും എൻ്റെ അടുത്ത് കൂടി, പോലീസിന് പറ്റാതെ പോയി. അത് കഴിഞ്ഞ് സുരേന്ദ്രനാണോ നമ്മുടെ BJPയുടെ പഴയ പ്രസിഡന്റ്, ഒന്നാലോചിച്ച് എന്തിനാ ഈയനെ കുളത്തരമൊക്കെ മുഖ്യമന്ത്രി കാണിക്കുന്നത്? വിശ്വാസികളെ അപമാനിക്കുക. മുഖ്യമന്ത്രി വിശ്വാസമില്ലാത്തവനാണ്, എനിക്ക് വിരോധമില്ല, നാസ്തികനാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഇവിടെ ഇപ്പോൾ SNDPയുടെ പ്രസിഡന്റ് വെള്ളാപ്പള്ളിയെ കാറെ കയറ്റി ഇരുത്തിക്കൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയത് കണ്ടായിരിക്കുമല്ലോ. വെള്ളാപ്പള്ളിയിലെ സ്വന്തം ഭാര്യയും മകനെ അല്ലാതെ വേറെ ആരെയും മുഖ്യമന്ത്രി കാറെ കയറ്റിയിട്ടില്ല. ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഒരുത്തനെ ആ കാറെ കയറ്റത്. വെള്ളാപ്പള്ളിയെ എങ്ങനെ ചാക്കിട്ടെന്ന് എനിക്കറിയാം. വെള്ളാപ്പള്ളി നടേശനെ ഒരു ജ്യേഷ്ഠ സാറിനെ പോലെ ഒരു കാരണവരില്ലേ, ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഒറ്റ SNDPക്കാരനോടില്ലായിരുന്നു, മനസ്സിലായില്ലേ? SNDPയുടെ പേര് പറയാനുള്ള ഒരാളെ അവിടെ കാണിക്കാൻ ഈ നിങ്ങൾ പറഞ്ഞ ശിക്ഷ അനുഭവിക്കാം. പിന്നെ NSS, മണിച്ചേട്ടൻ നല്ലവനാണ്, ഞാനോട്ട് വളരെയേറെ എനിക്ക് ആദരവുള്ള ആളാണ്. പക്ഷേ NSSൻ്റെ പേരിൽ മണിച്ചേട്ടൻ പിന്തുണ കൊടുത്തെന്ന് പറഞ്ഞാൽ ഒരൊറ്റ NSSകാരനെ അവിടെ കണ്ടില്ലേ? ഒരാളെ നിങ്ങൾ ഇടുക്കിയിലെ പത്രക്കാരല്ല പറയും, ഒറ്റ ഒരു NSSൻ്റെ പ്രവർത്തകനെ അവിടെ കണ്ടില്ല. അപ്പം SNDP NSSും പിന്തുണയെന്ന് പറയുന്നത് അത് നേതാക്കന്മാരുടെ പ്രസിഡന്റന്മാരുടെ ഒരു പിന്തുണ മാത്രമാണ്, ജനങ്ങളുടേതല്ല. പക്ഷേ ഈ സംഘപരിവാർ സംഘടനകൾ നടത്തിയ സമാന്തര അയ്യപ്പ സംഗമത്തിൽ പിന്തുണ പോലും പ്രഖ്യാപിക്കാൻ NSS തയ്യാറായില്ല എന്നതാണ് നിലവിലെ ഒരു പ്രശ്നം. അത് NSSൻ്റെ കഷ്ടകാലം. പക്ഷേ നായന്മാർ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? SNDP മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വരെ ഉണ്ടാകാത്ത അയ്യപ്പ സംഗമമാണ് പന്തളത്ത് നടന്നറിയാമോ? നിങ്ങൾക്കറിയാമല്ലോ, ആയിരങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. ഞാനതിൽ പങ്കെടുക്കാതിരുന്ന മനഃപൂർവ്വമാണ്. അല്ലെ പിന്നെ അന്ന് എന്നെ ഇപ്പം തന്നെ 9 കേസുണ്ട്, ഇനി 10ാമത്തെ കേസ് വേണ്ടെന്ന് വെച്ചാൽ അല്ല ഞാൻ പോയേനെ. അതായത് പിണറായി കാണിക്കുന്ന അബദ്ധമല്ലേ ഇതൊക്കെ വലിയ ആ അബദ്ധം. ഈ പിണറായി അബദ്ധം കാണിച്ചുകൊണ്ട് എന്ത് പറ്റി? അയ്യപ്പ വിശ്വാസികൾ മുഴുവൻ സംഘടിച്ചു പന്തളത്ത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു സത്യമാണ്. അത് ക്രിസ്ത്യാനി, ഹിന്ദുവും മുസ്ലിമും ഒന്നും തർക്കമൊന്നുമില്ല ഇതിനകത്ത്. എല്ലാവരും വിശ്വസിക്കുന്നു അയ്യപ്പനുണ്ട്. പന്തളത്ത് ജനിച്ചു വളർന്ന അയ്യപ്പൻ ഉണ്ട്. ആ അയ്യപ്പനെ പുലിപ്പുറത്ത് വന്നോന്ന് എന്നോട് നിങ്ങൾ ചോദിക്കേണ്ട, ഞാൻ കണ്ടില്ലല്ലോ. ഉടനെ അതൊക്കെ ചോദിക്കാം, അങ്ങനെ ചോദിക്കേണ്ട. അയ്യപ്പനൊരു റിയാലിറ്റിയാണ്. ആ അയ്യപ്പനുണ്ടെന്ന് സത്യമാണ്. ആ അയ്യപ്പന് വിശ്വാസം അർപ്പിക്കുന്ന ആളുകൾ അവിടെ പോകുന്നതിന് തടയേണ്ട കാര്യം എന്താ? പിണറായി അത് നശിപ്പിക്കണം, വിശ്വാസം നശിപ്പിക്കണം, ദൈവവിശ്വാസം ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടി പിണറായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന നടപടി തെറ്റായിപ്പോയി. ഏതായാലും അയ്യപ്പ സംഗമം വളരെ വിജയകരമായിരുന്നു. ആ സംഗമം നടത്തിയ സംഘാടകരെ ഞാൻ ആദരിക്കുന്നു എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ കോൺഗ്രസ്സുകാരെ പറ്റിയൊന്നും ഞാൻ പറയുന്നത്, കോൺഗ്രസ് തന്നെ
അവരെല്ലാവരും കൂടെ ഒന്ന് ഒന്നിക്കട്ടെ. അവർ ആർക്ക് അഭിപ്രായമുള്ളത്? അവർ 4 പേര് പറഞ്ഞാൽ 5 അഭിപ്രായം. അപ്പം ഞാൻ കോൺഗ്രസിനെ പറ്റി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ, ഞാൻ പറയുന്നില്ല.